Agriculture marketing in India. For a long period of time, Indian agriculture was mostly in the nature of subsistence farming. സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്നാണ് പല കാലഘട്ടത്തിലും. അതായത് ദ ഫാമർ സോൾഡ് ഓൺലി എ സ്മോൾ പാൻ ഓഫ് ഹിസ് പ്രൊഡ്യൂസ് ടു പേ ഓഫ് റെൻറ്റ്, ഡെറ്റ്സ് ആൻഡ് മീറ്റ് ഹിസ് അതർ റിക്വയർമെൻറ്റ്സ്. പ്രൊഡ്യൂസിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അവർ വിൽക്കുന്ന സമയത്ത് അപ്പം തന്നെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ അവർ വിൽക്കേണ്ട അവസ്ഥ വരും. ബിക്കോസ് ദർ വാസ് നോ സ്റ്റോറിംഗ് ഫെസിലിറ്റി. Considerable part of the total produce was sold by the farmers to the village traders and money lenders. വില്ലേജ് ട്രേഡേഴ്സും മണി ലെൻഡേഴ്സും ആണ് ഈ ഒരു പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ക്രോപ്സുകൾ എന്ത് ചെയ്തിരുന്നത്, വാങ്ങിച്ചിരുന്നത്. The farmers who took their produce to Nangadis also faced a number of problems as they were confronted with powerful and organized traders. പല ട്രേഡേഴ്സിൻ്റെയും പ്രവർത്തനം മൂലം വളരെയധികം കഷ്ടപ്പെട്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു കൃഷിക്കാർ. ഈ നങ്ങാടീസ് എന്ന് പറയുന്ന അവിടെ കച്ചവടം നടക്കുകയും അതിൽ ഏജൻസ് ഉണ്ട്, മണി ലെൻഡേഴ്സ് ഉണ്ട്, ബ്രോക്കേഴ്സ് ഒക്കെ കൂടിയാണ് കച്ചവടം നടത്തിയിരുന്നത്. ഇതിനാൽ തന്നെ ഷെയർ ഓഫ് ഫാമേഴ്സ് ഇൻ ദ പ്രൈസ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് വാസ് റിഡ്യൂസ് സബ്സ്റ്റാൻഷ്യലി. അതുകൊണ്ട് തന്നെ പ്രൈസിൽ നിന്ന്, അതായത് വിറ്റുവരവിൽ നിന്ന് കിട്ടുന്ന ബാക്കി എന്ന് പറയാനൊന്നും തന്നെ ഫാമേഴ്സിന് കിട്ടിയിരുന്നില്ല. For instance, a study by D.S. Sindhu revealed that farmers obtained only about 53% of the price of rice, 31% being the share of middlemen, the remaining 16. അപ്പോൾ വാങ്ങിക്കുന്ന ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു 53% ഷെയർ മാത്രമേ, പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ മാത്രമേ ഫാമേഴ്സിന് കിട്ടിയിരുന്നുള്ളൂ. ബാക്കി മിഡിൽമെന്നാണ് കൊണ്ടുപോയിരുന്നത്. ഇൻ കേസ് ഓഫ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് the share of farmers it was even less, 39% and 34%. വെജിറ്റബിൾസിൻ്റെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ ഒന്നും കൂടി കുറവാണ്, വളരെ കുറവാണ് അതിൻ്റെ ഷെയർ. Then 29.5 in the case of vegetable and 46.5 in the case of fruit. Arhatiyas and brokers taking advantage of the ignorance and illiteracy. Farmers എന്ന് പറയുന്നത് വളരെയധികം ഇഗ്നോറൻറ്റും ഇല്ലട്രേറ്റും ആയിരുന്നു. The farmers were required to pay arhat to the arhatiyas. They have to pay some kind of money or fees to these brokers. So tulai for weighing the produce, palayadari to unload bullock carts, and for doing other miscellaneous type of allied works they have to give a lot of money. These charges often varied from person. Another malpractice in mandi is related to the use of wrong weights and measures. ഒരു തരത്തിലും ഫാമേഴ്സിന് അവർ ചെയ്തതിൻ്റെ കൂലി കൃത്യമായിട്ട് കിട്ടിയിരുന്നില്ല. ഒന്നെങ്കിൽ ബ്രോക്കേഴ്സ് അത് വാങ്ങിക്കും, അതല്ലെങ്കിൽ അത് എത്രത്തോളം തൂക്കമുണ്ട് എന്ന് അളക്കാൻ വേണ്ടി അങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവരത് വാങ്ങിച്ചു വയ്ക്കും. അതല്ലാന്നുണ്ടെങ്കിൽ മാൽപ്രാക്ടീസ് എന്ന് റോങ് വെയ്റ്റിലൂടെയും മെഷേഴ്സിലൂടെയും ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അടുത്തതാണ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. എന്താണ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, the small and marginal farmers continue to sell a major part of their produce to money lenders. അപ്പോൾ സ്മോൾ ആണെങ്കിലും മാർജിനൽ ഫാമേഴ്സ് ആണെങ്കിലും അവരുടെ മേജർ പാർട്ട് എന്ന് പറയുന്നത് സെല് ചെയ്യുന്നത് മണി ലെൻഡേഴ്സാണ്. കാരണം അവരുടെ ക്രെഡിറ്റ് നീഡ്സ് ഒക്കെ അവരുടെ ഫുൾഫിൽ ചെയ്യാൻ. Therefore, it is essential to form cooperatives of the small and marginal farmers to obtain ഫെയർ പ്രൈസ്. അപ്പോൾ ഫെയർ പ്രൈസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് വേണം. ദ അഡ്വാൻറ്റേജ് ദാറ്റ് എന്തൊക്കെയാണ് കോപ്പറേറ്റീവ് മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്? അതാണ് ഞാൻ അടുത്ത സ്ലൈഡുകളിൽ കാണാൻ പോകുന്നത്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ബാർഗെയിനിങ് സ്ട്രെങ്ത് ഓഫ് ദ ഫാമേഴ്സിൻ്റെ ബാർഗെയിനിങ് സ്ട്രെങ്ത് വർദ്ധിക്കുന്നു.
Many of the defects of the present agriculture system arise because often one ignorant and illiterate farmer has to face well-organized, clever intermediaries. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫാമേഴ്സ് ഇല്ലിറ്ററേറ്റ് ആണ്. നേരെ മറിച്ച് അവർക്ക് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ലിറ്ററേറ്റുമാണ്, ക്ലവറുമാണ്, അവർ ഓർഗനൈസ്ഡുമാണ്. ഇഫ് ദ ഫാമേഴ്സ് ജോയിൻ ഹാൻഡ്സ്, അപ്പോൾ എന്ത് ചെയ്യണം? ഫാമേഴ്സ് വേണം കൂട്ടമായി പ്രവർത്തിക്കാൻ, ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ മാൽപ്രാക്ടീസ്. ഇൻസ്റ്റെഡ് ഓഫ് മാർക്കറ്റിംഗ് ദെയർ പ്രൊഡ്യൂസ് സെപ്പറേറ്റ്ലി ദേ വിൽ മാർക്കറ്റ് ഇറ്റ് ടുഗദർ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എത്തിക്കുന്നതിന് പകരം ഒത്തൊരുമയോടുകൂടി മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ സ്ട്രെങ്ത്ത്, ബാർഗൈനിങ് സ്ട്രെങ്ത്ത് വർദ്ധിക്കുകയും അതിൻ്റെ ഗുണം ഫാമേഴ്സിന് കിട്ടുകയും ചെയ്യുന്നു. ഡയറക്റ്റ് ഡീലിങ്സ് വിത്ത് ഫൈനൽ ബയേഴ്സ്. അപ്പോൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു ഇടനിലക്കാരില്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് കൺസ്യൂമേഴ്സിന് പ്രൊഡക്റ്റ് എത്താനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. കോപ്പറേറ്റീവ്സ് ക്യാൻ ഓൾടുഗദർ സ്കിപ്പ് ഇൻ്റർമീഡിയറീസിനെ എല്ലാം സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഡയറക്റ്റായിട്ട് ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കും. പ്രൊവിഷൻ ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസിൻ്റെ പ്രൊവിഷൻ, സെല്ലിംഗ് ദിയർ പ്രൊഡ്യൂസ് എല്ലാം. ഈസിയർ ആൻഡ് ചീപ്പർ ട്രാൻസ്പോർട്ട്, എളുപ്പത്തിൽ തന്നെ ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റി ഒത്തൊരുമയോടുകൂടി ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുകയും എളുപ്പത്തിൽ ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് ഉണ്ടാവുകയും ചെയ്യുന്നു. സ്റ്റോറേജ് ഫെസിലിറ്റീസ്. കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഹാവ് സ്റ്റോറേജ് ഫെസിലിറ്റി. അങ്ങനെയുള്ള സൊസൈറ്റികളിൽ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ടാകാം. അപ്പോൾ ഒരു തരത്തിലും അത് കേടാകുമോ എന്നുള്ളൊരു സിറ്റുവേഷൻസ് ഇല്ലാതിരിക്കാം. ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡർഡൈസിങ്. It is or can be also done by these agencies. For this purpose, they can seek assistance from the government. Market intelligence. The cooperatives can arrange data on market prices, demand, supply and other related information. അപ്പോൾ മാർക്കറ്റിനെ കുറിച്ചും അത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാം. Influencing market. By previously the market prices were determined by the intermediaries and merchants, and helpless farmers were mere spectators. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഇൻഫ്ലുവൻസ് ചെയ്യാനും മാത്രം ഒരു സിറ്റുവേഷൻസ് അവിടെ ക്രിയേറ്റഡ് ആകും. പ്രൊവിഷൻ ഓഫ് ഇൻപുട്ട് ആൻഡ് കൺസ്യൂമർ ഗുഡ്സ്, അതാണ് 9ാമത്തെ. ഈ ഒരു മാർക്കറ്റിങ്ങിലൂടെ ഇൻപുട്ടുകൾ, സീഡ്, ഫെർട്ടിലൈസേഴ്സ് എല്ലാം അതിൻ്റെ എല്ലാം പ്രൊവിഷൻ ഉണ്ടാവുകയും അതുപോലെ തന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. പ്രോസസ്സിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. ദ കോപ്പ് ക്യാൻ അണ്ടർടേക്ക് പ്രോസസ്സിംഗ് ആക്ടിവിറ്റി, അതായത് ക്രഷിംഗ് ഓയിൽ സീഡ്, ഗിന്നിങ്, പ്രസ്സിംഗ് ഓഫ് കോട്ടൺ. അപ്പം അങ്ങനെയുള്ള പ്രോസസ്സിംഗ് ആക്ടിവിറ്റീസും ഇതിലൂടെ ചെയ്യാം. In addition to all these advantages, the cooperative marketing system can arouse the spirit of self-confidence. ഇതെല്ലാം നമ്മളൊരു 10ഓളം അഡ്വാൻറ്റേജസ് പറഞ്ഞു. അപ്പോൾ അഡ്വാൻറ്റേജസ് ഒത്തൊരുമയോടുകൂടി നിന്ന് കഴിഞ്ഞാലുണ്ടാകുന്ന ഗുണങ്ങൾ, അതിൻ്റെ ഒപ്പം തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന സക്സസ് സ്റ്റോറീസ് പലതും ഉണ്ട്. ദേ ക്യാൻ ഹെൽപ്പ് ഇൻ എൻലാർജിങ് ദ മാർക്കറ്റബിൾ. അപ്പോൾ മാർക്കറ്റബിൾ സർപ്ലസ് കൂടാനുള്ള, അതിനനുസരിച്ച് ക്രോപ്പിംഗ് പാറ്റേൺ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇതിലോട്ട് വരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. താങ്ക് യു.